കനത്ത മഴയിൽ പാനൂരിനടുത്ത കടവത്തൂർ ടൗണിലും സമീപ പ്രദേശങ്ങളിലും വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിലെ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ശക്തമായ മഴയിൽ പാനൂരിനടുത്തും പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറി. കടവത്തൂർ ടൗണിലെ കടകൾ ഉൾപ്പെടെ മുങ്ങിയ നിലയിലാണ്. തോണിയിറക്കിയാണ് നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയത്. പാലത്തായി പുഴക്കരയിലെ പല വീടുകളും വെള്ളത്തിലായി. കണ്ണങ്കോട് പ്രദേശത്തെ വീടുകളിലും വെള്ളം കയറി. ആവശ്യമായ ഘട്ടത്തിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള സംവിധാനവും മേഖലയിൽ ഒരുക്കി കഴിഞ്ഞു. ഇന്ന് കാലത്തോടുകൂടി ഇന്ന് ശരിക്കും ശക്തമായ വെള്ളം കൂടിയത് ഇന്ന് കാലത്താണ്. കുറേ വീടുകൾ ആൾ ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയിലേക്ക് വീടിൻ്റെ അകത്ത് അടക്കം വെള്ളം കയറുന്ന അവസ്ഥയാണുള്ളത്. ആളുകൾക്ക് വാഹനങ്ങൾ കടവത്തൂർ ടൗണിലും അതേപോലെ പരിസരത്തുനിന്ന് എവിടെയും പോയിക്കൂടാത്ത അവസ്ഥയാണ്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു പാലിയേറ്റീവിൻ്റെ വണ്ടി അടക്കുന്ന അത്യാവശ്യം പോകേണ്ട വണ്ടി അടക്കം തിരിച്ചു പോകുന്ന അവസ്ഥയാണ്. എല്ലാ ഭാഗത്തും പാലത്തായിലെ പുഴക്കരയിലുള്ള എല്ലാ വീടുകളുടെയും ചുറ്റും വെള്ളം മുഴുവനും കയറി അവിടുന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. ഞാൻ രാവിലെ പോയിരിക്കുന്ന 3-4 വീടുകൾ, നമ്മൾ വടാരപ്പുറത്തെ കുഞ്ഞാട്ടിൻ്റെ വീട്, അതേപോലെ പൂന്തോട്ടത്തിൽ സുബൈദ അവരുടെ വീട്, അതേപോലെ പോലത്തെ രാജീവിൻ്റെ വീട്, കണ്ണങ്കോട് ഭാഗം എല്ലാം പൂർണ്ണമായും വീടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിലാണുള്ളത്. കടവത്തൂരിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കടവത്തൂരിൻ്റെ ടൗണിലെ ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളും പൂർണ്ണമായും വെള്ളത്തിൻ്റെ അടിയിലാണ്. മൊകേരി പാത്തിപ്പാലത്ത് ആയുഷ് ആയുർവേദ ആശുപത്രിക്ക് സമീപം കുന്നത്ത് മീത്തൽ പവിത്രന്റെ വീട്ടുമതിൽ കനത്ത മഴയിൽ ഇടിഞ്ഞു തകർന്നു. റോഡിലേക്ക് മതിൽ വീഴുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൈവേലിക്കൽ MES സ്കൂളിന് സമീപം കുന്നത്ത് ആയിഷയുടെ വീട്ടുമതിലിടിഞ്ഞ് വീടിന് കേടുപാട് സംഭവിച്ചു. കനത്ത മഴയിൽ പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. പെരിങ്ങത്തൂർ പുഴയുടെ പല ഭാഗങ്ങളിലും വെള്ളം കയറി. ബോട്ട് ജെട്ടി ഉൾപ്പെടെ മലവെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.